Hello, good evening. Audible അല്ലേ? Hello? അതെ. Okay. അതെ. So, നമ്മൾ ലാസ്റ്റ് ഡേ അൺസൂപ്പർവൈസ്ഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ. അൺസൂപ്പർവൈസ്ഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ നമുക്ക് എന്താണ് ലേബിൾഡ് ഡാറ്റ ആയിരിക്കില്ല, ലേബിൾസ് ഇല്ലാതെയുള്ള ഡാറ്റ ആയിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞിരുന്നു. ദെൻ പിന്നെന്താണ് ഡാറ്റ സെറ്റിലെ ഫീച്ചേഴ്സ് മാത്രമായിരിക്കും ടാർജറ്റ്, അതായത് വൈ ഉണ്ടാവില്ല, എക്സ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ദെൻ എന്താണ് നമ്മുടെ മോഡൽ എന്ത് ചെയ്യും, ഹിഡൻ പാറ്റേൺസ്, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ സ്ട്രക്ചേഴ്സ്, ആ ഡാറ്റേൻ്റെ സ്ട്രക്ചർ, ആ ഒരു പാറ്റേൺ എന്താണെന്ന് നോക്കിയിട്ടായിരിക്കും അതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് അൽഗോരിതം ആണ് ഈ അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അൺലേബിൾഡ് ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഹിഡൻ ആയിട്ടുള്ള പാറ്റേൺസ്, സ്ട്രക്ചേഴ്സ്, എക്സ്പ്ലിസിറ്റ്ലി ഗൈഡൻസ് ഇല്ലാതെ തന്നെ ഹിഡൻ ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇത്ര നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ അതിൽ ഇന്റർപ്രിട്ടേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നു പറഞ്ഞിരുന്നു. ഇതിൽ മെയിൻലി നമുക്ക് ഫീച്ചേഴ്സ് മാത്രമായിരിക്കും. സോ അൺസ്ട്രക്ചേർഡ് ഡാറ്റ അല്ലെങ്കിൽ നോയ്സി ഡാറ്റയൊക്കെ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അൺലേബിൾഡ് ഡാറ്റ ആയിരിക്കും നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ അതിനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോവാണ് കേട്ടോ. സോ അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, മീനിങ്ലെസ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവാം, അല്ലെങ്കിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാവാം, അറിയാത്ത ഡാറ്റാസ് ഉണ്ടാവാം. അങ്ങനത്തെയൊക്കെ കുറച്ച് കേസസ് ആണ് ഈ അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. അൺലേബിൾഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ ആ ഡാറ്റയ്ക്ക് എന്തായിരിക്കും, ഇൻപുട്ട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് പാരാമീറ്റേഴ്സ്, ടാർജറ്റ് വാല്യൂസ് ഇല്ലാത്ത ഒരു ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ ഡാറ്റ സെറ്റ് അൺലേബിൾഡ് ഡാറ്റയ്ക്ക് എക്സാമ്പിൾ ആണ്. സോ എന്താണ്, കളക്ട് ചെയ്തിട്ട് ലേബിൾഡ് ഡാറ്റേനെ സൂപ്പർവൈസ്ഡ് അപ്രോച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൽ നമുക്ക് ക്ലസ്റ്ററിങ് വരുന്നുണ്ട്. അതേപോലെ അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഇത് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. ദെൻ ക്ലസ്റ്ററിങ് അൽഗോരിതംസ് ഉണ്ട് നമുക്ക്. കെ മീൻസ് ക്ലസ്റ്ററിങ് ഉണ്ട്, ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് ഉണ്ട്, അങ്ങനെ കുറച്ച് ക്ലസ്റ്ററിങ് അൽഗോരിതംസ് ഉണ്ട്. ഓക്കെ, മെയിൻലി 3 ടൈപ്സ് പറയാം. മെയിൻലി 3 ടൈപ്സ് ആയിട്ടാണ് അൽഗോരിതംസ് ഉള്ളത്. ഫസ്റ്റ് വൺ ആണ് ഇത് ക്ലസ്റ്ററിങ് എന്ന് പറയും. അതേപോലെ സെക്കൻഡ് വൺ അസോസിയേഷൻ റൂൾ എന്ന് പറയും. എന്താന്ന് പറഞ്ഞത് കേട്ടോ, അസോസിയേഷൻ റൂൾ. അസോസിയേഷൻ റൂൾ ലേണിംഗ്. ദെൻ തേർഡ് വൺ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ആണ്. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഓക്കെ, സോ ഇത് മൂന്നുമാണ് നമ്മുടെ മെയിൻ ടൈപ്പ് ഓഫ് അൽഗോരിതംസ് വരുന്നത്. അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 3 ടൈപ്സ് ആണ് ഇതൊക്കെ: ക്ലസ്റ്ററിങ്, അസോസിയേഷൻ റൂൾ ലേണിംഗ്, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഇത് മൂന്നുമാണ് മെയിൻലി വരുന്നത്. ഇനി ക്ലസ്റ്ററിങ് എന്താണെന്ന് നോക്കാം. ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിംഗ് ചെയ്യാം. അതായത് ആ ഒരു ഡാറ്റേന്റെ സ്ട്രക്ചർ, അതായത് നമുക്ക് കുറച്ച് ഡാറ്റാസ് കിട്ടുമല്ലോ, അൺലേബിൾഡ് ഡാറ്റേനെ നമ്മൾ എന്താക്കുവാണ്, ഗ്രൂപ്പ്സ് ആക്കിയിട്ട് അതിന്റെ സിമിലാരിറ്റീസ് വെച്ചിട്ട് ഓരോ ഡാറ്റ പോയിന്റ്സിന്റെ അല്ലെങ്കിൽ ഓരോ ഡാറ്റേന്റെ സിമിലാരിറ്റീസ് വെച്ചിട്ട് എന്ത് ചെയ്യുവാണ്, ഗ്രൂപ്പിംഗ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ ആ ഹിഡൻ ആയിട്ടുള്ള പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ കോളംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡാറ്റ പോയിന്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക. ഒരു മുൻകൂട്ടിയുള്ള ഒരു ഐഡിയ ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്, സിമിലാരിറ്റീസും കാര്യങ്ങളും വെച്ചിട്ട് ക്ലബ് ചെയ്യുവാണ് അല്ലെങ്കിൽ ക്ലസ്റ്റർ ചെയ്യുവാണ്, ഗ്രൂപ്പ് ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ഡിഫറെന്റ് പാറ്റേൺസിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് ആയിരിക്കും, ചിലപ്പോൾ ഡിഫറൻസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ മോഡൽ എന്ത് ചെയ്യും, അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ അതിന്റെ അണ്ടറിൽ, അത് ക്ലസ്റ്ററിങ്ങിന്റെ അണ്ടറിൽ തന്നെ കുറച്ച് അൽഗോരിതംസ് ഉണ്ട്. ഒരു റോ ഡാറ്റേനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അൺക്ലാസിഫൈഡ് ഡാറ്റേനെ അല്ലെങ്കിൽ അൺക്ലാസിഫൈഡ് ഡാറ്റ ഒബ്ജക്ട്സിനെ എന്താക്കും, റോ ഡാറ്റേനെ അൺക്ലാസിഫൈഡ് ഡാറ്റേനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഗ്രൂപ്പിംഗ് ആണ് നടക്കുന്നത്. ഔട്ട്പുട്ട് പാരാമീറ്റർ വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ബട്ട് നമുക്ക് എന്താണ്, ആ ഒരു ഡാറ്റാസ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇതിനെ തമ്മിൽ ഗ്രൂപ്പ് ചെയ്ത്
ഇപ്പൊ ക്ലസ്റ്ററിങ്ങിന്റെ ഒരു ഫിഗർ കാണിച്ചു തരുവാണെങ്കിൽ ക്ലസ്റ്ററിങ്ങിന്റെ പിക്ചർ നോക്കാം. കണ്ടോ, സിമിലർ ഡാറ്റ പോയിന്റ്സിനെ ഇവിടെ എന്ത് ചെയ്യുവാണ്, ഗ്രൂപ്പിംഗ് ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത്. ആ സെയിം പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. കണ്ടോ, ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ആ ഒരു, നമ്മളിപ്പോ ക്ലസ്റ്ററിങ്ങിന്റെ വൺ ഓഫ് ക്ലസ്റ്ററിങ് അൽഗോരിതംസ് ആണ് ഇത്, കെ മീൻസ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഇതേപോലെ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ഒക്കെ ഉണ്ട്. സോ ഇതിൽ എന്താ മെയിൻലി നടക്കുന്നത് വെച്ചാൽ, ഇതേപോലെ ആയിരിക്കും നമ്മുടെ ഡാറ്റ ഉണ്ടാവുക, നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴേ ഇതേപോലെ ആയിരിക്കും. ഇത് നമ്മൾ എന്താണ്, ഈ ഒരു അൺസൂപ്പർവൈസ്ഡ് അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇതിന്റെ സിമിലാരിറ്റീസ് വെച്ചിട്ട് എന്ത് ചെയ്യും, സെപ്പറേറ്റ്ലി ഗ്രൂപ്പ് ആക്കി മാറ്റും, ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റുവാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ ഷഫിൾ ചെയ്തിട്ടുള്ള, നമ്മളിപ്പോൾ ഒരു ബക്കറ്റ് ഫുള്ള് കളേർഡ് ബോൾസ് വെക്കുവാണെങ്കിൽ അതിന്റെ കളേഴ്സിന്റെ സിമിലാരിറ്റി വെച്ചിട്ട് അതിനെന്ത് ചെയ്യും, നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വേർതിരിച്ചെടുക്കൂലേ. നമുക്ക് പെട്ടെന്ന് എന്താണ്, എല്ലാ ബോൾസും ഒരേപോലെയാണ്, കൂടിയുള്ള ഒറ്റ ഡിഫറൻസ് എന്താണ്, അതിന്റെ കളറിലാണ്. സോ ആ കളറിന്റെ ബേസിസിൽ എന്ത് ചെയ്യാം, നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ അതേപോലെ ഗ്രൂപ്പിംഗ് ചെയ്യുന്നതാണ് ഇത് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലസ്റ്ററിംഗ് ഉണ്ട്. സോ അതിൽ ക്ലസ്റ്ററിംഗിന് എക്സാമ്പിൾ ആണ് ഇതൊക്കെ. കെ മീൻസ് ക്ലസ്റ്ററിംഗ്, ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ഒക്കെ ഉണ്ട്. സോ ക്ലസ്റ്ററിംഗ് എന്താന്ന് ആഡ് ഓൺ ചെയ്യാം. It is the process of grouping unlabeled data into clusters based on their similarities. സോ സിമിലാരിറ്റീസ് അനുസരിച്ചിട്ട് ഗ്രൂപ്പിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതില് മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആദ്യത്തെ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യുക, അതേപോലെ റിലേഷൻഷിപ്പ്, ഡാറ്റ പോയിന്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് ഗോൾ ഓഫ് ക്ലസ്റ്ററിംഗ് is to identify patterns and relationships in the data without any prior knowledge of data's meaning അറിഞ്ഞിട്ടല്ല, ബട്ട് അതിന്റെ സിമിലാരിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലസ്റ്ററിങ് ചെയ്യുന്നത്. ഇനി കുറച്ച് ക്ലസ്റ്ററിങ് അൽഗോരിതംസ്, ഫസ്റ്റ് വൺ കെ മീൻസ് ക്ലസ്റ്ററിങ് ആണ്. കെ മീൻസ് ക്ലസ്റ്ററിങ്, അതായത് കെ മീൻസ് പറയുമ്പോൾ കെ ക്ലസ്റ്റേഴ്സ്, നമ്മൾ ആ ഒരു ക്ലോസ് പോയിന്റ്സ് വെച്ചിട്ട്, അതായത് ആ ഒരു നമ്മളെ ഡാറ്റ പോയിന്റ്, നമ്മൾ SVM ഒക്കെ പറഞ്ഞ സപ്പോർട്ട് വെക്ടർ മെഷീൻ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഡാറ്റ പോയിന്റ് വെച്ചിട്ട് നമ്മൾ ആ കെ വാല്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ വർക്കിംഗ് വരുന്നത് കേട്ടോ. സോ ഇതാണ് കെ മീൻസ് ക്ലസ്റ്ററിങ് വരുന്നത്. ഡാറ്റനെ ഗ്രൂപ്പ് ചെയ്യും, കെ ക്ലസ്റ്റേഴ്സ്, നമ്മൾ ആ കൊടുക്കുന്ന ആ ഒരു കെ ക്ലസ്റ്റേഴ്സ്, കെ വാല്യൂ എന്താണോ അതിനനുസരിച്ചിട്ട് ആ ഒരു നിയർ ബൈ പോയിന്റ്സിന് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുവാണ് കെ മീൻസിൽ നടക്കുന്നത്. നെക്സ്റ്റ് വൺ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ്. അതായത് ഒരു ട്രീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് സിമിലാരിറ്റീസ് വെച്ചിട്ട് ഇങ്ങനെ ട്രീ സ്ട്രക്ചർ പോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതാണ് ഇത് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉണ്ട് കേട്ടോ ഒത്തിരി ക്ലസ്റ്ററിംഗ് ടെക്നിക്സ്. DB സ്കാൻ ഉണ്ട്, അതേപോലെ തന്നെ മീൻ ഷിഫ്റ്റ് ക്ലസ്റ്ററിങ്, സ്പെക്ട്രൽ ക്ലസ്റ്ററിങ്. ഇതിൽ 2-3 നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ കേട്ടോ. സോ കെ മീൻസും ഹൈറാർക്കിക്കലും നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. ദെൻ ബാക്കി പേര് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിംഗ്, അതായത് DB സ്കാൻ.
DB സ്കാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ മീൻ ഷിഫ്റ്റ് ഉണ്ട്. മീൻ ഷിഫ്റ്റ് ക്ലസ്റ്ററിംഗ്, then spectral clustering. ഓക്കെ, ഇതൊക്കെയാണ് കുറച്ച് ക്ലസ്റ്ററിങ് അൽഗോരിതംസിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. കെ മീൻസും ഹൈറാർക്കിയിലും നമ്മൾ ഡീപ്പായിട്ട് ചെയ്തു. ഡെൻസിറ്റി അല്ലെങ്കിൽ DB സ്കാൻ എന്ന് പറയുന്നത് ക്ലസ്റ്റേഴ്സിന് അതിന്റെ ഡെൻസ് ഏരിയ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ്സ് സ്കാറ്റർ ചെയ്യുന്നതിനനുസരിച്ചിട്ട്, നോയ്സ് പോലെ ആ പോയിന്റ്സ് സ്കാറ്റർ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് DB സ്കാൻ്റെ വർക്കിംഗ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിംഗ് നടക്കുന്നത്. ദെൻ മീൻ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു മൂവിങ് പോയിന്റ്സ്, അതായത് മോസ്റ്റ് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയക്കുള്ള മൂവിങ് പോയിന്റ്സ് അനുസരിച്ചിട്ടായിരിക്കും മീൻ ഷിഫ്റ്റ് ക്ലസ്റ്ററിങ് വർക്ക് ചെയ്യുന്നത്. ഇനി സ്പെക്ട്രൽ ക്ലസ്റ്ററിങ് ആണെങ്കിൽ എന്താണ്, ആ പോയിന്റ്സ് തമ്മിലുള്ള, നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോയിന്റ്സിന്റെ കണക്ഷൻസ് അനലൈസ് ചെയ്യുന്നുണ്ടല്ലോ. സോ അതിന്റെ ബേസിസിലായിരിക്കും സ്പെക്ട്രൽ ക്ലസ്റ്ററിങ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. സോ അതൊരു മെത്തേഡ്. സോ ക്ലസ്റ്ററിങ് വന്നു. ഇനി നെക്സ്റ്റ് സെക്കൻഡ് വൺ, ഇത് 1 നമ്പർ ഇടാം. ഫസ്റ്റ് വൺ ആയിരുന്നു ക്ലസ്റ്ററിങ് പറഞ്ഞിരുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് അസോസിയേഷൻ റൂൾ ആണ്. അസോസിയേഷൻ റൂൾ ലേണിംഗ്. ഓക്കെ, അസോസിയേഷൻ റൂൾ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ ടെക്നിക്കാണ്. സോ അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിലുള്ള അസോസിയേഷൻസ് ഒക്കെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു റൂൾ ബേസ്ഡ് ML ടെക്നിക്കാണ് കേട്ടോ. അതായത് എന്താണ്, നമ്മൾ വലിയ ഡാറ്റാ സെറ്റിലൊക്കെ എന്താക്കും, നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഓരോ ഡാറ്റ തമ്മിൽ അല്ലെങ്കിൽ ഓരോ പാരാമീറ്റേഴ്സ്, നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടാവുമല്ലോ, ഓരോ കോളംസ് തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളും ഉണ്ടാവില്ലേ. സോ അത് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ് അസോസിയേഷൻ റൂൾ എന്ന് പറയുന്നത്. ഒരു ML ടെക്നിക്കാണ്. എന്താണ്, യൂസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻസ് വലിയ ഡാറ്റാ സെറ്റിലൊക്കെ എന്താണ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട്, പാരാമീറ്റേഴ്സും റിലേഷൻസും തമ്മിൽ എന്താണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫൈൻഡിങ്സ് കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ് അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്നത്. സോ ബേസിക്കലി എന്താണ്, മാർക്കറ്റ് ബേസ്ഡ് അനാലിസിസ് അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ്, ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ അസോസിയേഷനിൽ തന്നെ വരുന്ന ടൈപ്പ് ഓഫ് കുറച്ച് അസോസിയേഷൻ റൂൾ അൽഗോരിതം അല്ലെങ്കിൽ അസോസിയേഷൻ റൂൾ ലേണിംഗിൽ വരുന്നതാണ് അപ്രിയോറി അൽഗോരിതംസ്, FP ഗ്രോത്ത് അൽഗോരിതം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അൽഗോരിതംസ് ഉണ്ട്. സോ ഫസ്റ്റ് എന്ത് ചെയ്യാം, അസോസിയേഷൻ റൂൾ എന്താണെന്ന് ടൈപ്പ് ചെയ്യാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അസോസിയേഷൻ റൂൾ എന്നും പറയൂ കേട്ടോ. അസോസിയേഷൻ റൂൾ മൈനിങ് is also known as association rule mining, and is a common technique used to discover associations in unsupervised data. അല്ലെങ്കിൽ unsupervised machine learning, and this technique is a rule-based ML technique that finds out some very important അല്ലെങ്കിൽ very useful relations between parameters of large data set. This technique is basically
use for market basket analysis that helps to better understand the relationship between different products. ഓക്കെ, സോ മാർക്കറ്റ് ബാസ്ക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുവാണെങ്കിൽ അതിൻ്റെ ഒപ്പം മെജോറിറ്റി യൂസേഴ്സ് എന്തൊക്കെയാണ് വാങ്ങുന്നത്. നമ്മളിപ്പോൾ ഒരു ബ്രെഡ് വാങ്ങിച്ചു എന്ന് വെച്ചോ, ചില യൂസേഴ്സ് പീനട്ട് ബട്ടർ വാങ്ങും, ചില യൂസേഴ്സ് എന്താണ് ജാം വാങ്ങും. അതേപോലെ ഓരോ പ്രൊഡക്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് വരുന്നുണ്ട്. അതായത് കുറച്ച് കോമൺ ആയിട്ടുള്ള ഫ്രം association rule learning algorithms. അപ്രിയോറി ഉണ്ട്, അപ്രിയോറി അൽഗോരിതം. അതേപോലെ FP ഗ്രോത്ത് ഉണ്ട്, FP ഗ്രോത്ത് algorithm, ECLAT algorithm ഉണ്ട്, efficient tree based algorithm. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അസോസിയേഷൻ റൂൾ ലേണിംഗിൽ വരുന്ന അൽഗോരിതംസ്. അപ്രിയോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫ്രീക്വന്റ് ഐറ്റംസ് വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോമ്പിനേഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്ന പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്രിയോറി അൽഗോരിതം എന്ന് പറയുന്നത്. FP ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫിഷ്യന്റ് ആൾട്ടർനേറ്റീവ് ടു അപ്രിയോറിക്ക് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് എന്നാണെങ്കിൽ FP ഗ്രോത്തിനെ പറയാം. അത് ക്വിക്ക്ലി എന്ത് ചെയ്യും, ഫ്രീക്വന്റ് പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യും. അതേപോലെ കാൻഡിഡേറ്റ് സെറ്റിനെ ജനറേറ്റ് ചെയ്യാതെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് FP ഗ്രോത്ത് അൽഗോരിതം എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഫാസ്റ്റ് ആണ് അപ്രിയോറിനേക്കാൾ. നെക്സ്റ്റ് ECLAT അൽഗോരിതം എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ഐറ്റം സെറ്റ് തമ്മിലുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് പാറ്റേൺസ് ഫ്രീക്വന്റ് പാറ്റേൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യും. ആ ഒരു ഇന്റർസെക്ഷൻ വെച്ചിട്ട് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു അൽഗോരിതം പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എഫിഷ്യന്റ് ട്രീ ബേസ് അൽഗോരിതം ആണ്. അതായത് വലിയ ലാർജ് ഡാറ്റ സെറ്റ് ഒക്കെ ആണെങ്കിൽ ആ ഡാറ്റേനെ ട്രീ ലൈക്ക് സ്ട്രക്ചറിൽ ഓർഗനൈസ് ചെയ്തതിന് ശേഷം സ്കെയിൽ ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്നതാണ് എഫിഷ്യന്റ് ട്രീ ബേസ്ഡ് അൽഗോരിതം എന്ന് പറയുന്നത് കേട്ടോ. സെക്കൻഡ് വൺ അസോസിയേഷൻ റൂൾ ആയിരുന്നു. ദെൻ തേർഡ് വൺ ആണ് വരുന്നത്, അതായത് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഓക്കെ, തേർഡ് ടൈപ്പ് ആണ് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിലെ തേർഡ് ടൈപ്പ് ആണ് ഈ പറയുന്നത് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. അതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫീച്ചേഴ്സിന് നമ്മുടെ ഡാറ്റ സെറ്റിലുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസിനെ പ്രിസർവ് ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഫീച്ചേഴ്സിനെ റെഡ്യൂസ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഇൻപുട്ട് ഫീച്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അതായത് ഇൻപുട്ട് കോളംസിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് കളയാതെയാണ് ആ ഒരു പ്രിസർവിങ് നടക്കുന്നത്. ഈ ഒരു ടെക്നിക്കിന് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മെഷീൻ ലേണിംഗ് അൽഗോരിതംസിൽ ഡാറ്റ വിഷ്വലൈസേഷൻ ഒക്കെ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, ഡയമെൻഷൻസ് റെഡ്യൂസ് ചെയ്യുന്നു. അതായത് ഇൻപുട്ട് കോളംസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫീച്ചേഴ്സിന് കൗണ്ട് അങ്ങ് കുറയ്ക്കുവാണ് ഇവിടെ ചെയ്യുന്നത്, ബട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് കളയാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് എന്ത് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, it is a process of reducing the number of features in a data set while
preserving as much information as possible. ഓക്കെ, പോസിബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പ്രിസർവ് ചെയ്യുകയും ചെയ്യും, ബട്ട് എന്താണ് ആ ഡയമെൻഷനാലിറ്റി റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ്റെ സ്പെഷ്യാലിറ്റി. സോ ദിസ് മെത്തേഡ് അല്ലെങ്കിൽ this technique is useful for improving the performance of machine learning algorithms and for data visualization. സോ ഡാറ്റ വിഷ്വലൈസേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത് മാത്രം. ലൈക്ക് ഇമാജിൻ ചെയ്യാൻ, നമ്മളിപ്പോൾ ഒരു ഡാറ്റ സെറ്റ് ഹാൻഡിൽ ചെയ്യുവാണ്, അതിലൊരു 100 ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് 100 ഇൻപുട്ട് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ആ ഒരു 100 എണ്ണത്തിനെയും നമ്മൾ 1 by 1 ആയിട്ട് ഒബ്സർവ് ചെയ്ത് ചെക്ക് ചെയ്ത് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഹൈറ്റ്, വെയിറ്റ്, ഗ്രേഡ്സ് അങ്ങനെയൊക്കെയുള്ള കോളംസ് ആണ് ജസ്റ്റ് വിചാരിക്കാം. സോ അതിൽ അതിൻ്റെ കീ ട്രേറ്റ്സ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, 2 ഫീച്ചേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഹൈറ്റിനെയും ഗ്രേഡ്സിനെയും വിഷ്വലൈസേഷൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. സോ അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. സോ ഇവിടെ നമ്മൾ ഗ്രൂപ്പിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രൂപ്പിംഗ് പെർഫെക്റ്റ് ഗ്രൂപ്പിംഗ് അല്ല, ബട്ട് സ്റ്റിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് പ്രിസർവ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കോളംസിൻ്റെ കൗണ്ട് അങ്ങ് കുറയ്ക്കുന്നു. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് ഫീച്ചേഴ്സിൻ്റെ ഇതങ്ങ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, അതും കൂടി പറയാം, കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു തുടങ്ങാം കേട്ടോ. പോപ്പുലർ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ അൽഗോരിതംസ്. പോപ്പുലർ ആയിട്ടുള്ള ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ അൽഗോരിതംസ് ആണ് ഇത്. PCA പറയും, അതായത് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ്. PCA ഇതൊരു മെത്തേഡാണ്. അതായത് പറഞ്ഞോ, ഇതൊരു മെത്തേഡ്. നെക്സ്റ്റ് വൺ LDA പറയും, ലീനിയർ ഡിസ്ക്രിമിനന്റ് അനാലിസിസ്, അതായത് LDA ഇതൊരു മെത്തേഡ്. അതേപോലെ നോൺ നെഗറ്റീവ് മെട്രിക്സ് ഫാക്ടറൈസേഷൻ ഉണ്ട്. നോൺ നെഗറ്റീവ് മെട്രിക്സ് ഫാക്ടറൈസേഷൻ, അതായത് NME ഇതൊരു മെത്തേഡ്. then അതേപോലെ തന്നെ LLE ഉണ്ട്, ലോക്കലി ലീനിയർ എംബഡിങ് ഉണ്ട്, LLE, then നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഐസോമാപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ മെത്തേഡ്സ് വന്നത്. ഫസ്റ്റ് വൺ എന്താണ്, പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് ആണ്. സോ ഇവിടെ എന്താണ്, ഡയമെൻഷൻസ് റിഡ്യൂസ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റയെ അൺകോറിലേറ്റഡ് പ്രിൻസിപ്പൽ കമ്പോണൻസ്, അതായത് ഡാറ്റനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അൺകോറിലേറ്റഡ് പ്രിൻസിപ്പൽ കമ്പോണൻസ് വെച്ചിട്ട് കമ്പോണൻസ് ആക്കിയിട്ട്, കോറിലേറ്റഡ് അല്ല, അൺകോറിലേറ്റഡ് പ്രിൻസിപ്പൽ കമ്പോണൻസ് ആക്കിയിട്ട് ട്രാൻസ്ഫോം ചെയ്യുവാണ് ഇതിൽ ചെയ്യുന്നത്, PCA അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസിൽ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലീനിയർ ഡിസ്ക്രിമിനന്റ് അനാലിസിസ് ആണ്. അതായത് ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഡയമെൻഷൻസ്
എന്താണ് മാക്സിമൈസ് ചെയ്യും ക്ലാസ് ലൈക്ക് നമ്മൾ ക്ലാസിഫിക്കേഷൻ ടാസ്കിനാണ് ഈ ലീനിയർ ഡിസ്ക്രിമിനന്റ് അനാലിസിസ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുക. ഡയമെൻഷൻസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് സെപ്പറബിലിറ്റി മാക്സിമൈസ് ചെയ്യുവാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. സോ ക്ലാസ് സെപ്പറബിലിറ്റി മാക്സിമൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഡയമെൻഷൻസ് റെഡ്യൂസ് ചെയ്യുവാണ് ലീനിയർ ഡിസ്ക്രിമിനന്റ് അനാലിസിസിൽ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, നോൺ നെഗറ്റീവ് മെട്രിക്സ് ഫാക്ടറൈസേഷൻ ആണ്. സോ അതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റേനെ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. നോൺ നെഗറ്റീവ് പാർട്സ് ആക്കിയിട്ട് സിംപ്ലിഫൈ ചെയ്യുവാണ് ചെയ്യുന്നത്. നോൺ നെഗറ്റീവ് പാർട്സ് ആക്കിയിട്ട് സിംപ്ലിഫൈ ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്ത് യൂസ് ചെയ്യുവാണ് നോൺ നെഗറ്റീവിൽ നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ലോക്കലി ലീനിയർ എംബഡിങ് ആണ്, അതായത് LLE. ഇവിടെ എന്താണ്, ഡയമെൻഷനാലിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നിയർ ബൈ പോയിന്റ്സും തമ്മിലുള്ള റിലേഷൻസ് പ്രിസർവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡയമെൻഷൻസ് റെഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഐസോമാപ്പിൽ വരുവാണെങ്കിൽ ഗ്ലോബൽ ഡാറ്റ സ്ട്രക്ചർ, അതായത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാനിഫോൾഡ് എന്നൊക്കെ പറയും, മാനിഫോൾഡിന്റെ ബേസിസിൽ ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഗ്ലോബൽ ഡാറ്റ സ്ട്രക്ചറിനെ ക്യാപ്ചർ ചെയ്ത് കീപ്പ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള അൽഗോരിതംസ് എന്ന് പറയുന്നത്. ദെൻ ഇതിലുള്ള ചലഞ്ചസ്, അതായത് അൺസൂപ്പർവൈസ്ഡ് ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ചലഞ്ചസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നോയ്സി ഡാറ്റ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഔട്ട്ലയേഴ്സ് അല്ലെങ്കിൽ നോയ്സ് ഒക്കെ ആ ഒരു പാറ്റേണിൽ നമ്മൾ റിഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത്ര എഫക്റ്റീവായിട്ട് ആ ഒരു അൽഗോരിതത്തിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബിക്കോസ് നമ്മുടെ ഡാറ്റ തന്നെ നമുക്കറിയാം ടാർഗറ്റ് കോളം ഇല്ല. സോ നമ്മൾ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഓരോന്നും കണ്ടുപിടിക്കുന്നത്. സോ അതിൻ്റെതായ ഇഷ്യൂസ് നമുക്ക് ഡാറ്റയിൽ ഫേസ് ചെയ്യേണ്ടി വരും. അതേപോലെ അസംഷൻ ഡിപ്പെൻഡൻസ്, അതായത് അൽഗോരിതംസ് അസംഷനെ കംപ്ലീറ്റ്ലി റിലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ക്ലസ്റ്ററിങ് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് ആണ് വരുന്നത്. ബട്ട് നമ്മുടെ ആക്ച്വൽ ഡാറ്റ സ്ട്രക്ചറായിട്ട് മാച്ചിങ് ആവണമെന്ന് യാതൊരു വിധ നിർബന്ധവും. സോ ആ ഒരു ഇഷ്യൂ വരാം. ഓവർ ഫിറ്റിങ്ങിൻ്റെ റിസ്ക് ഉണ്ട്. അതായത് നമ്മുടെ മോഡൽ ക്യാപ്ചർ ചെയ്യുന്ന നോയ്സ് മീനിങ് പാറ്റേൺ ആയിട്ട് നമ്മൾ ലേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു മോഡൽ ലേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവർ ഫിറ്റിങ്ങിനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ലിമിറ്റഡ് ഗൈഡൻസ് ആയിരിക്കും, വിച്ച് മീൻസ് നമുക്ക് ലേബിൾസ് ഇല്ല. സോ നമ്മൾ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പറായിട്ട് ആ ഒരു ഔട്ട്കമ്മിക്ക് ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്കൊരു ലേബിൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് കോളം ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. ബട്ട് ടാർഗറ്റ് കോളം ഇല്ലാത്ത സ്ഥിതിക്ക് അതിൻ്റെതായ ഗൈഡൻസിൻ്റെ കുറവ് നമുക്കതിൽ റിഫ്ലക്റ്റ് ചെയ്യും. ദെൻ ക്ലസ്റ്റർ ഇൻ്റർപ്രിറ്റബിലിറ്റി പറയും, അതായത് ക്ലിയർ മീനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അലൈൻമെൻറ്റ് റിയൽ വേൾഡ് കാറ്റഗറീസുമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഇഷ്യൂസ് മേ ബി ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. അതേപോലെ തന്നെ സെൻസിറ്റിവിറ്റി ടു പാരാമീറ്റേഴ്സ്, അതായത് അൽഗോരിതംസ്, ഒത്തിരി അൽഗോരിതംസിൽ ഒത്തിരി ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അതായത് നമ്മുടെ ക്ലസ്റ്റേഴ്സ് കൊടുക്കുമ്പോഴാണെങ്കിലും കെ മീൻസിലാണെങ്കിലും അത് നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സിനോട് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അനുസരിച്ചിട്ട്. അതേപോലെ തന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അനോമാലി ഡിറ്റക്ഷൻ, അതേപോലെ തന്നെ റെക്കമെൻഡേഷൻ സിസ്റ്റംസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇമേജ് ആൻഡ് ടെക്സ്റ്റ് ക്ലസ്റ്ററിങ്ങിന്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്, ഇതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്, നമുക്കിതൊന്ന് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം പറഞ്ഞ ക്ലസ്റ്ററിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. സോ ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കെ മീൻസ് ക്ലസ്റ്ററിങ് തന്നെ തുടങ്ങാം. പുതിയ ഫയൽ ഓക്കെ. ഫയൽ നെയിം ഞാൻ ചെയ്യും ബിക്കോസ് അതിന് മുമ്പ് നമുക്ക് ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്യണ്ടേ. സോ ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് കൊടുക്കുന്നുണ്ട്. അപ്ലോഡ് കൊടുക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് മൈഗ്രേഷൻസ് എന്ന് പറയുന്ന ഡാറ്റ സെറ്റാണ്. മൈഗ്രേഷൻ എന്ന് പറയുന്ന ഡാറ്റ സെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഫയലിലേക്ക് പോവാം.
ദെൻ ഫയൽ നെയിമും അത് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. മൈഗ്രേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. മൈഗ്രേഷൻ അണ്ടർസ്കോർ എന്ത് കൊടുക്കുക, പ്രോബ്ലം കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്വറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒത്തിരി വാർണിങ്സ് വരുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഇഗ്നോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും വിഷ്വലൈസേഷൻ ചെയ്തപ്പോഴൊക്കെ ഒത്തിരി വാർണിങ്സും കാര്യങ്ങളും വന്നായിരുന്നു അല്ലേ. സോ വാർണിങ്സിനെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇമ്പോർട്ട് വാർണിങ്സ് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വാർണിങ്സ് ഡോട്ട് കൊടുക്കുക, ഫിൽറ്റർ വാർണിംഗ് കൊടുക്കുക. ഫിൽറ്റർ വാർണിംഗ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോഡ്സിലായത് ഡബിൾ കോഡ്സ് സിംഗിൾ കോഡ്സ് ഇഗ്നോർ കൊടുക്കുക. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാർണിങ്സ് വരാതെ നമ്മുടെ ക്വറീസ് ഈസി ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ക്വറി ഔട്ട്പുട്ട് എന്നുള്ള രീതിക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പോർഷൻ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ മറ്റ് പ്രിഡിക്ഷൻസും കാര്യങ്ങളും ചെയ്യുമ്പോഴും വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാർണിങ്സ് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഫിൽറ്റർ വാർണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് വാർണിങ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റും. സോ വാർണിങ്സ് വരാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എറേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ വരും, ബട്ട് വാർണിങ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് വേണ്ടുന്ന ലൈബ്രറീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് പാണ്ടാസ് ആസ് വീഡിയോ കൊടുക്കുന്നുണ്ട്. പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്തു. ദെൻ മാറ്റ്പ്ലോട്ട്ലിപ്പ് സീബോൺ ഒക്കെ വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് കൊടുക്കുക മാറ്റ്പ്ലോട്ട്ലിപ്പ് ഡോട്ട് പൈപ്ലോട്ട് ആസ് PLT കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ അറിയാവുന്ന ലൈബ്രറീസ് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് വെക്കാം കേട്ടോ, അതൊന്നും ഇഷ്യൂസ് ഇല്ല. നെക്സ്റ്റ് K-means ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യാം. സോ ഫ്രം sklearn ഡോട്ട് ക്ലസ്റ്റർ കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ട് കൊടുക്കുക K-means. ദെൻ അത് റൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയാണ്, വേണമെങ്കിൽ ആ ഒരു നേരത്തെ നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടാണ് കേട്ടോ. എന്ത് ചെയ്യാം, നമുക്ക് ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണം. ഡാറ്റ ഈക്വൽസ് കൊടുക്കുക PD ഡോട്ട് റീഡ് അണ്ടർസ്കോർ CSV ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫയൽ നെയിം കൊടുക്കാം. മൈഗ്രേഷൻ ആയിരുന്നു, സോ അത് കൊടുക്കുന്നുണ്ട് മൈഗ്രേഷൻ ഡോട്ട് CSV. ദെൻ അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ കൊടുക്കുക, റൺ ചെയ്ത് കൊടുക്കാം. PD ഡോട്ട് മൈഗ്രേഷൻ വലിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് എന്താണ്, ഓരോ കൺട്രി നെയിം തന്നിട്ടുണ്ട്, ഇയർ തന്നിട്ടുണ്ട്, ദെൻ എത്ര പേര് മൈഗ്രേറ്റ് ചെയ്തു എന്നുള്ള രീതിക്കുള്ള ഡാറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ടാർഗറ്റ് കോളം സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ കൺട്രി നെയിംസ് ഉണ്ട്, ഓരോ വർഷത്തിലും മൈഗ്രേറ്റ് ചെയ്തോരോ ഡീറ്റെയിൽസ് കൗണ്ട് ഉണ്ട്. ഡീറ്റെയിൽസ് അല്ല, കൗണ്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അറൌണ്ട് 233 റോസും 12 കോളംസും ആണ് നമ്മുടെ ഡാറ്റ സെറ്റിലുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ്. സോ നമുക്ക് ഇതിൽ ബാക്കിയെല്ലാം ന്യൂമറിക്കലും ഒരു കോളം മാത്രം എന്താണ് ഒബ്ജക്റ്റ് ടൈപ്പും ആണ് ഡാറ്റ ടൈപ്പ് വരുന്നത് അല്ലേ. നമുക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ന്യൂമറിക്കൽ ഡാറ്റാസിനെ മാത്രം നമുക്ക് കൊടുക്കാം. ഓക്കെ, ഈ കൺട്രി നെയിം നമ്മളിപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു ഡാറ്റ സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ന്യൂ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ന്യൂ ഡാറ്റ ഈക്വൽസ് ഡാറ്റ ഡോട്ട് തൽക്കാലത്തേക്ക് ഡ്രോപ്പ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആ ഒരു കോളം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ന്യൂ ഡാറ്റയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡ്രോപ്പിൽ കോളം നെയിം കൊടുക്കുക. കോളം നെയിം എന്തായിരുന്നു, കൺട്രി നെയിമാണ്, സോ അത് കൊടുക്കാം. കൺട്രി നെയിം കോമ എന്ത് കൊടുക്കുക, ആക്സിസ് ഈക്വൽ 1 കൊടുക്കുക. സോ അത് കംപ്ലീറ്റ്ലി റിമൂവ് ആവില്ല, ബട്ട് നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു ന്യൂമറിക്കൽ കോളംസ് മാത്രമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കത് പോസിബിൾ ആണ്. കൊടുക്കാം. ന്യൂ ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ന്യൂ ഡാറ്റ ആയിരിക്കും കേട്ടോ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂ ഡാറ്റേൻ്റെ നൾ വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കാം. ന്യൂ അണ്ടർസ്കോർ ഡാറ്റ
ഡോട്ട് എന്ത് കൊടുക്കുക, ഈസ് നൾ കൊടുക്കുക, ഡോട്ട് സം കൊടുക്കുക. എന്താണ് ചെയ്യുക. സോ നൾ വാല്യൂസ് ഒന്നും നമുക്ക് അതിൽ കാണുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് കൊടുത്തിട്ട് ക്ലസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മളൊരു എം ടി ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത ഫോർമാറ്റ് പോലെ തന്നെ കേട്ടോ. സോ SSE എന്ന് പറയുന്ന ഒരു എം ടി ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈക്വൽസ് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, അത് നമ്മളൊരു എം ടി ലിസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഫോർ ലൂപ്പ് കൊടുക്കുക. ഫോർ കെ ഇൻ റേഞ്ച് ഓഫ് നമുക്ക് ഇഷ്ടമുള്ള ഇത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എന്താണ് 1 തൊട്ട് 16 വരെയാണ് കൊടുക്കുന്നത്. അതായത് 15 തവണയായിരിക്കും, അതായത് ടിൽ 1 to 15 ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും, അതായത് 10 അല്ലെങ്കിൽ 15 11 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, 10 ആയിരിക്കും. 1 to 10 വരെ കൗണ്ട് ചെയ്യും. ഇതേപോലെ ഇവിടെ 1 to 15 വരെ ആയിരിക്കും, 16 ഇൻക്ലൂഡഡ് അല്ല. സോ 1 to 15 അല്ല 16 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ 15 വരെ ഐറ്ററേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, കെ മീൻസ് ക്ലസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. KM ഈക്വൽസ് എന്ത് കൊടുക്കുക, കെ മീൻസ് കൊടുക്കുക, കെ മീൻസ്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള എന്ത് കൊടുക്കുന്നുണ്ട്, n ക്ലസ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. n ക്ലസ്റ്റേഴ്സ് ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, കെ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ആ ഒരു ഐറ്ററേഷൻ വേരിയബിൾ. ഇത് ഫസ്റ്റ് ഐറ്ററേഷനിൽ കെൻ്റെ വാല്യൂ 1 ആയിരിക്കും. ദെൻ അപ് ടു 15 വരെ. ഓക്കെ, കെൻ്റെ വാല്യൂ ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് കേട്ടോ. സോ അത് മനസ്സിലാക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, KM ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ന്യൂ ഡാറ്റ കൊടുക്കുക, ന്യൂ അണ്ടർസ്കോർ ഡാറ്റ. അതായത് നമ്മൾ ആ ഒരു ന്യൂ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ കോളംസ് മാത്രമുള്ള ആ ഒരു ഡാറ്റ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിനിങ്ങിന് കൊടുത്തിരിക്കുന്നത്. ദെൻ എന്ത് ചെയ്യുക, ഓരോ തവണ ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ഇനേർഷ്യ എന്ന് പറയും, അതായത് അവിടെ വരുന്ന സം ഓഫ് എറേഴ്സ്, സ്ക്വയേർഡ് എറേഴ്സ്. സോ ഓരോ മെഷറിൽ എന്തൊക്കെയാണ് സം ഓഫ് സ്ക്വയേർഡ് എറേഴ്സ് വരുന്നതെന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അപ്പൻഡ് ചെയ്യുന്നത്. എന്ത് ചെയ്യുക, അപ്പൻഡ് കൊടുക്കുക ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് KM നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റ് നെയിം ഡോട്ട് കൊടുക്കുക, ഇനേർഷ്യ കൊടുക്കുക, ദെൻ അണ്ടർസ്കോർ കൊടുക്കുക. സോ KM ഡോട്ട് ഇനേർഷ്യ കൊടുക്കുന്നുണ്ട്. SSE എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് സ്ക്വയേർഡ് എററിനെയാണ് നമ്മൾ SSE എന്ന് മീൻ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ SSE എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതെന്താണ്, സം ഓഫ് സ്ക്വയേർഡ് എററിനെയാണ് മീൻ ചെയ്യുന്നത്. സോ SSE സം ഓഫ് സ്ക്വയേർഡ് എറർ. അതേപോലെ ഇനേർഷ്യ, ഓക്കെ. ഇനേർഷ്യ എന്ന് പറയുന്നത് എത്രത്തോളം നന്നായിട്ട് ഒരു ഡാറ്റ സെറ്റ് അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ഡാറ്റ സെറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനേർഷ്യ എന്ന് മീൻ ചെയ്യുന്നത് കേട്ടോ. ഇനേർഷ്യ യൂസ് ടു മെഷർ ഓഫ് ഹൗ വെൽ എ ഡാറ്റ സെറ്റ് ഈസ് ക്ലസ്റ്റേർഡ്. ഓക്കെ, എത്രത്തോളം നന്നായിട്ട് ഒരു ഡാറ്റ സെറ്റിനെ ക്ലസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ദെൻ ഇതൊന്ന് റൺ ചെയ്യാം. സോ എന്താണ്, നമ്മൾ ആ ഒരു ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുവാണ്, ആ ലിസ്റ്റ് വെച്ചിട്ട് നമ്മളൊരു പ്ലോട്ട്, അതായത് ലൈൻ പ്ലോട്ട് നമ്മൾ ചെയ്യുവാണ്. ഇവിടെ എൽബോ മെത്തേഡ് എന്ന് പറയും. എൽബോ ഷേപ്പിലായിരിക്കും നമ്മുടെ ആ ഒരു ഡാറ്റ വരുന്നത്. എന്നാൽ അതൊരു നല്ലൊരു മെത്തേഡാണ്, അല്ലെങ്കിൽ നല്ലപോലെ ക്ലസ്റ്ററിങ് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. സോ നമ്മുടെ പ്ലോട്ട് എൽബോ പ്ലോട്ട് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ബെറ്റർ, അതായത് നല്ല രീതിക്ക് നമ്മുടെ ക്ലസ്റ്ററിങ് ഒക്കെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എൽബോ പ്ലോട്ട് കൊടുക്കുന്നുണ്ട്. PLT ഡോട്ട് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുന്നുണ്ട്. റേഞ്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. റേഞ്ച് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 1,16 കൊടുക്കുന്നുണ്ട്. എന്നത് കഴിഞ്ഞതിന് ശേഷം കോമ SSE കൊടുത്തിട്ടുണ്ട്.
നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, PLT ഡോട്ട് എക്സ് ലേബൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോഡ്സിൽ എന്ത് കൊടുക്കുക, ഐട്രേഷൻസ്, അതായത് K. അതേപോലെ PLT ഡോട്ട് വൈ ലേബിൾ കൊടുക്കുന്നുണ്ട്, വൈ ലേബൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ കോഡ്സിൽ എന്ത് കൊടുക്കുന്നുണ്ട്, SSE കൊടുക്കുന്നുണ്ട്. ലോവർ കേസ് ആയാലും ഇഷ്യൂസ് ഇല്ല കേട്ടോ. സം ഓഫ് സ്ക്വയർഡ് എറേഴ്സ് ആണ് അവിടെ മീൻ ചെയ്യുന്നത്. കണ്ടോ, ഒരു എൽബോ പോലെ, നമ്മുടെ കൈയിൻ്റെ എൽബോ പോലെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഔട്ട്പുട്ട് വരുന്നത്. സോ ഒരു ബെറ്റർ ക്ലസ്റ്ററിങ് ഇവിടെ നടന്നിട്ടുണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാം കേട്ടോ. സോ എൽബോ മെത്തേഡ് നമ്മൾ ചെയ്ത് നോക്കി. ഇനി നമുക്ക് കെ മീൻസിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്യണം. സോ ഒരു മോഡലും കൂടി ക്ലസ്റ്റേഴ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇവിടെ നമ്മൾ 1 to എത്രയാണ് 15 വരെയാണ് നമ്മൾ ചെയ്ത് നോക്കിയത് അല്ലേ. നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു പ്രിഡിക്ഷൻ ചെയ്ത് നോക്കാം. സോ അതിന് മുമ്പായിട്ട് KM_, നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മോഡൽ ഈക്വൽസ് എന്ന് കൊടുക്കുന്നുണ്ട് K മീൻസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ n ക്ലസ്റ്റേഴ്സ് ഒരെണ്ണം കൊടുക്കുവാണ് കേട്ടോ. സോ n അണ്ടർസ്കോർ എന്ത് കൊടുക്കുന്നുണ്ട്, ക്ലസ്റ്റേഴ്സ് ഈക്വൽസ് 5 കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രിഡിക്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ. പ്രിഡിക്ഷൻ ഈക്വൽസ് എന്ന് കൊടുക്കുന്നുണ്ട് KM_, മോഡൽ ഡോട്ട് fit_, predict ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, new_, ഡാറ്റ കൊടുക്കുന്നുണ്ട്. then റൺ ചെയ്യാം. ഓക്കെ, എറേഴ്സ് ഒന്നുമില്ല. ഇനി നമുക്ക് പ്രിഡിക്ഷൻ്റെ വാല്യൂസ് നോക്കാം. സോ പ്രിഡിക്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് നമുക്ക് 033 കുറച്ച് നമ്പർ ഡാറ്റയാണ് അല്ലേ വരുന്നത്. 03111 ഓക്കെ. സോ ഇനി ഇതിൻ്റെ ക്ലസ്റ്ററിങ് ഡാറ്റാസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കൺട്രി നെയിം വെച്ചിട്ടുള്ള ക്ലസ്റ്ററിങ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പുതിയൊരു ഡാറ്റ ഫ്രെയിം ക്ലസ്റ്റേർഡ് റിസൾട്ട് ആയിട്ട് നമുക്ക് ഇതേപോലെ നമ്പേഴ്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അല്ലേ. സോ ഏത് കൺട്രീൻ്റെയാണ് ഈ ഒരു പ്രിഡിക്ഷൻ വന്നിരിക്കുന്നതെന്നൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ല. സോ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ക്ലസ്റ്റേർഡ് ഡാറ്റ ഫ്രെയിം അല്ലെങ്കിൽ ക്ലസ്റ്റേർഡ് റിസൾട്ട് വെച്ചിട്ടുള്ള പുതിയൊരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. സോ എന്ത് കൊടുക്കുക, clustered_result ഈക്വൽസ് എന്ത് കൊടുക്കുക, PD ഡോട്ട് ഡാറ്റ ഫ്രെയിം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക, കേളി ബ്രാക്കറ്റ്സ് കൊടുക്കുക, കോഡ്സിൽ എന്ത് കൊടുക്കുക, കൺട്രി കൊടുക്കുക, കൺട്രി then കോളൻ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം, സ്ക്വയർ ബ്രാക്കറ്റ്സ്, കോഡ്സിൽ ഒരു കൺട്രി നെയിം എന്ന് പറയുന്ന ഒരു കോളം നെയിം കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഹോമ ഇത് കൊടുക്കാം, നെക്സ്റ്റ് സിംഗിൾ കോഡ്സ് കൊടുക്കാം കേട്ടോ. ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കോളം അല്ലെങ്കിൽ പുതിയൊരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കീ വാല്യൂ പെയർ ആയിട്ടല്ല കൊടുക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ആ ഒരു ഡാറ്റ ഫ്രെയിമിൽ വേണ്ട കോളം ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, പ്രിഡിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റാണ് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് വരുന്നത്. ദെൻ ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ക്ലസ്റ്റേർഡ് റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഓരോ കൺട്രീൻ്റെ ബേസിൽ കണ്ടോ, ഓരോ കൺട്രിക്ക് കറസ്പോണ്ടിങ് ക്ലസ്റ്റേഴ്സ് എത്ര എണ്ണം ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്ലസ്റ്റർ റിസൾട്ടിൽ യൂണിക് വാല്യൂസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കാം, ക്ലസ്റ്റേർഡ് റിസൾട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സിലെ കോഡ്സിൽ എന്ത് കൊടുക്കുക, ക്ലസ്റ്റർ കൊടുക്കുക. ദെൻ അതിന് ശേഷം എന്ത് കൊടുക്കുക, ഡോട്ട് value_counts കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, റൺ ചെയ്യാം. സോ 0 എന്ന് പറയുന്നത് 206ഉം 4 എന്ന് പറയുന്ന വാല്യൂ 5 ടൈംസും 1 എന്ന് പറയുന്ന വാല്യൂ 15 ടൈംസ് വരുന്നുണ്ട്. അതേപോലെ 3 എന്ന് പറയുന്ന വാല്യൂ 4 ടൈംസും ദെൻ 2 എന്ന് പറയുന്ന വാല്യൂ 3 ടൈംസും ആണ് വരുന്നത്. സോ ഈ ഒരു ലിസ്റ്റിലാണ് ഇത് നമുക്ക് ടോട്ടൽ കൗണ്ട് ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മോഡൽ ലേബിൾസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെക്ക് ചെയ്ത് നോക്കാം, KM_model ഡോട്ട് ലേബിൾസ് അണ്ടർസ്കോർ കൊടുക്കുന്നതിന് നമുക്ക് ആ ഒരു മോഡലിൻ്റെ ലേബിളും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതാണ് ഒരു ഓവർവ്യൂ വരുന്നത്. ഇനി നമുക്ക് മീൻ അല്ലെങ്കിൽ ക്ലസ്റ്റർ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിൽഹോട്ട് സ്കോർ എന്ന് പറയും. ഓക്കെ,
അതായത് മീൻ ആയിട്ടുള്ള ഇൻട്രാ ക്ലസ്റ്റർ ഡിസ്റ്റൻസും അതേപോലെ തന്നെ നിയറസ്റ്റ് ക്ലസ്റ്റർ ഡിസ്റ്റൻസും ഓരോ സാമ്പിളിന്റെയും ഇൻട്രാ ക്ലസ്റ്റർ ഡിസ്റ്റൻസും അതേപോലെ തന്നെ നിയറസ്റ്റ് ക്ലസ്റ്റർ ഡിസ്റ്റൻസും വെച്ചിട്ട് ഓരോ സാമ്പിളിന്റെയും ഡിസ്റ്റൻസ് വെച്ചിട്ട് എന്താണ് സിൽഹോട്ട് കോയിഫിഷ്യന്റ്, സാമ്പിൾ ഡാറ്റയുടെ സിൽഹോട്ട് കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ എ എന്ന് പറയുന്നത് നമ്മുടെ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നമ്മുടെ ഒബ്സർവേഷനും ബാക്കി ഡാറ്റ പോയിന്റ്സ് തമ്മിലുള്ള സെയിം ക്ലസ്റ്ററിലുള്ള പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ബി എന്ന് പറയുന്നത് എന്താണ് നെക്സ്റ്റ് ബാക്കിയുള്ള നിയറസ്റ്റ് ക്ലസ്റ്റർ, അതായത് നെക്സ്റ്റ് അടുത്തുള്ള ക്ലസ്റ്ററിന്റെ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് സെക്കൻഡ് പോയിന്റിൽ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ബെസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, വേഴ്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് -1 ആയിട്ടാണ് അതിൽ കൺസിഡർ ചെയ്യുന്നത്. നിയർ ആയിട്ടുള്ള വാല്യൂസിന് 0 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഓവർലാപ്പിംഗ് ക്ലസ്റ്റേഴ്സിനും 0 ആയിട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ ജനറലി എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സാമ്പിൾ ഡാറ്റയിൽ എന്തുണ്ട് റോങ് ക്ലസ്റ്റേഴ്സ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഇതിനൊരു ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി സിമിലർ ആയിരിക്കും. നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ സിൽഹൗട്ട് യൂസ് ചെയ്തിട്ട് സിൽഹൗട്ട് സ്കോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഈ ഒരു മോഡലിൽ വരുന്നത്. സോ ഫസ്റ്റ് തന്നെ ഒരു ഫസ്റ്റ് തന്നെ സിൽഹൗട്ട് സ്കോർ എടുക്കാം. സിൽഹൗട്ട് ഇവിടെ ഒരു ഇയും കൂടി ഉണ്ട് കേട്ടോ. സിൽഹൗട്ട് സ്കോർ calculated using the mean intra-cluster distance. മീൻ ഇൻട്രാ ക്ലസ്റ്റർ ഡിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ ഒരു ഡാറ്റ പോയിന്റ് എ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ മീൻ നിയറസ്റ്റ് ക്ലസ്റ്റർ ഡിസ്റ്റൻസ്, അതായത് സെക്കൻഡ് പോയിന്റ് ബി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓരോ ഡാറ്റ പോയിന്റിന്റെ കേട്ടോ. സോ ബി ഫോർ ഈച്ച് സാമ്പിൾ, ഓരോ സാമ്പിളിന്റെയും ഈ രണ്ട് ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ അതിന് ശേഷം എന്താണ് സിൽഹൗട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ സിൽഹൗട്ട് കോഎഫിഷ്യന്റ് ഓരോ സാമ്പിളിനെയും കറസ്പോണ്ടിങ് സിൽഹൗട്ട് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സോ ദ സിൽഹൗട്ട് coefficient for a sample is, അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ ഉണ്ട്, ബി മൈനസ് എ ബൈ മാക്സ് ഓഫ് എ കോമ ബി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത് സിൽഹൗട്ട് കോഎഫിഷ്യന്റ്, ഓരോ സാമ്പിളിന്റെയും സിൽഹൗട്ട് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഇക്വേഷന്റെ ബേസിസിലാണ് കേട്ടോ. ദെൻ എ എന്ന് പറയുന്നത് എന്തായിരുന്നു പറഞ്ഞത്, mean distance between the observation and all other data points in the same cluster. ഓക്കെ, സെയിം ക്ലസ്റ്ററിൽ തന്നെയുള്ള ഡാറ്റ പോയിന്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഒബ്സർവേഷൻ തമ്മിലുള്ള മീൻ ഡിസ്റ്റൻസ് ആണ് എന്ത് എ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബി എന്ന് പറയുന്നത് എന്താണ് മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the observation and all other data points of the nearest അല്ലെങ്കിൽ നെക്സ്റ്റ് നിയറസ്റ്റ് ക്ലസ്റ്റർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എടുക്കുന്നത്. നെക്സ്റ്റ് നിയറസ്റ്റ് ക്ലസ്റ്റർ, അതൊക്കെ ഗ്രൂപ്പിംഗ് കറക്റ്റ് അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയും ബി ഒക്കെ എടുക്കുന്നത്. ഇനി ബെസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് the best value is 1 and the worst value is -1 ആണ്. ഇനി വാല്യൂസ് നിയർ 0
indicates indicate overlapping cluster. ഇവിടെ ഒരു ഓവർലാപ്പിംഗ് നടന്നിട്ട് നിന്ന് നമുക്ക് മനസ്സിലാക്കാം 0 എടുത്താണ് വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ. ഇനി നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ ഇതായിരിക്കും ജനറലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, സാമ്പിൾ ഹാസ് ബീൻ അസൈൻ ടു റോങ് ക്ലസ്റ്റേഴ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്, സാമ്പിൾ അസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ജനറലി negative values generally indicates that the value that the sample has been assigned to the wrong cluster. As a different cluster is more similar. അതായത് കറന്റ്ലി ഉള്ള ക്ലസ്റ്ററിനേക്കാളും സിമിലർ ആയിട്ട് വേറെ ക്ലസ്റ്റർ ഉണ്ടായിട്ട് പോലും എന്താണ് ഡിഫറൻസ് സിമിലർ ആയിട്ടുള്ളതിലുണ്ടെങ്കിലും ഇപ്പോൾ വേറൊരു ക്ലസ്റ്ററിലാണ് പെട്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ ഡാറ്റേനെയാണ് നമ്മൾ എന്താ പറയുന്നത്, അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സിൽഹോട്ട് സ്കോർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ഫ്രം sklearn ഡോട്ട് മെട്രിക്സ് ഇമ്പോർട്ട് കൊടുക്കുന്നുണ്ട് സിൽഹോട്ട് അണ്ടർസ്കോർ സ്കോർ ചെക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, ആ ഫംഗ്ഷൻ്റെ പേര് സിൽഹോട്ട് സ്കോർ ഓഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക. നമ്മൾ ന്യൂ ഡാറ്റ, അതായത് നമ്മുടെ ആ ഒരു സാമ്പിൾ അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത ഡാറ്റ ഉണ്ടല്ലോ, കോമ നമ്മുടെ മോഡലിൻ്റെ നെയിം KM അണ്ടർസ്കോർ മോഡൽ ഡോട്ട് ഇത് യൂസ് ചെയ്യുക, ലേബിൾസ് യൂസ് ചെയ്യുക. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, ലേബിൾ അല്ല ലേബിൾസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ സ്കോർ വരുന്നത് എത്രയാണ്, 0.77 ആണ് അല്ലേ. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് സിലബസ് വന്നിട്ടുണ്ട്. നിയർ ബൈ അറൗണ്ട് 1 ആണ്. സോ ബെസ്റ്റ് വാല്യൂവിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. സോ നല്ലൊരു മോഡലാണെന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത മോഡലിനെ പറയാൻ പറ്റും. ദെൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് ചെയ്തത് കെ മീൻസ് ക്ലസ്റ്ററിങ് ആണ്. സോ ഗ്രൂപ്പിംഗ് ആണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. നമുക്കൊരു ടാർഗറ്റ് കോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ക്ലസ്റ്ററിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ഏവറേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശം ഒരു ഇതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കറക്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ആ ഫീച്ചേഴ്സേ നമ്മുടെ കയ്യിലുള്ളൂ, അത് വെച്ചിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ ഡാറ്റാ സെറ്റ് ഞാൻ ക്ലാസ് ചെയ്യുമ്പോഴേ ഗ്രൂപ്പിലിടാം കേട്ടോ. അപ്പോൾ യൂസ് ചെയ്തിരുന്ന മൈഗ്രേഷൻ ഡാറ്റാ സെറ്റ് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിലിടാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വാട്സപ്പ് ത്രൂ ചോദിച്ചാലും ക്ലിയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ചോദിച്ചാലും മതി. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.